നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമ്മയിൽ നാടകീയ സംഭവങ്ങളായിരുന്നു അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ജൂൺ 21-ന് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ അംഗങ്ങളും രാജിവെച്ചിരുന്നു. എന്നാൽ സംഘടനയുടെ വാർഷിക ബോഡി മീറ്റിംഗ് നടക്കുന്നതിനിടെ വർഷക്കണക്ക് അവതരിപ്പിക്കുന്നതിലെ അപാകത വലിയ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വഴിയൊരുക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ ഉൾപ്പെടുന്ന ഭരണസമിതി രാജിവെക്കുകയും ചെയ്തിരുന്നു. വാർഷിക റിപ്പോർട്ട് വരവ് ചെലവ് കണക്കുകളും പാസാക്കുന്നതിനെ ചൊല്ലി വൻ തർക്കവും നാടകീയ രംഗങ്ങളുമാണ് ഉണ്ടായത്. താരസംഘടനയായ അമ്മയിലെ വിവാദങ്ങളിൽ പ്രതികരിച്ചപ്പോൾ സംവിധായകൻ ആലപ്പി അഷ്റഫ് രംഗത്തെത്തിയിരിക്കുകയാണ്. രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഒരു നിസ്സാര പ്രശ്നത്തെയാണ് അതിഭീകരമാക്കി വർഗീയവൽക്കരിച്ചതെന്നും അമ്മയിൽ നിന്നും സ്വയം പോയതായാലും ചാടിച്ചു വിട്ടതായാലും ചെറിയൊരു ശുദ്ധികലശം നടന്നു എന്നത് ഒരു ആശ്വാസമാണെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അമ്മ എന്ന താരസംഘടന രൂപീകൃതമായിട്ട് ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു. അതിലെ നടീനടന്മാർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ ചിലരുടെ നേരെ സംഘടനാ വിലക്കുകളും ഉണ്ടായിട്ടുണ്ട്. മറ്റു ചിലർ സംഘടനയുടെ തെറ്റായ പ്രവണതകൾ ചൂണ്ടിക്കാട്ടി നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ച് പോയിട്ടുമുണ്ട്. എന്നാൽ ഇതിന്റെ ഒന്നും പിന്നിൽ വർഗീയമായ കാരണങ്ങളോ രാഷ്ട്രീയപരമായ കാരണങ്ങളോ മതപരമായ ചേരിതിരിവോ ഒന്നുമല്ല. ഒരു വർഷം മുൻപ് വരെ ഈ സംഘടനയിൽ മതവർഗ ചേരിതിരിവുകളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഏകോദര സോദരങ്ങളെ പോലെയാണ് എല്ലാവരും കഴിഞ്ഞിരുന്നത്. ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് ജിഹാദികളെയും തീവ്രവാദികളെയും മതം മാറ്റാൻ ശ്രമിക്കുന്നവരെയും സംഘടനയിൽ സൃഷ്ടിച്ചെടുത്തത്. അമ്മയിൽ ഉണ്ടാകുന്ന നിസ്സാര പ്രശ്നങ്ങളെ പോലും ആശയപരമായി നേരിടാൻ പറ്റാതെ വരുമ്പോൾ മതത്തിന്റെ പേര് പറഞ്ഞാണ് നേരിട്ടത്. അമ്മയുടെ ഭാരവാഹികൾ തമ്മിൽ വ്യക്തിപരമായ കാരണത്താൽ കേസും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ചാനലിലൂടെ വിളിച്ചു പറയുന്നു, ഇതിന്റെ പിന്നിൽ മത തീവ്രവാദ സംഘടനകൾ ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നുവെന്ന്. രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഒരു നിസ്സാര പ്രശ്നത്തെയാണ് അതിഭീകരമാക്കി വർഗീയവൽക്കരിച്ചത്. അമ്മയിലെ ഒരു സാധാരണ മെമ്പറല്ല ഇത് പറഞ്ഞത്. ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഈ തീവ്രവാദ ആരോപണം ഉന്നയിച്ചത്. മലയാള സിനിമയിലെ മഹാരഥന്മാർ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനത്തെ അപമാനിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമായിരുന്നു ഈ പ്രസ്താവന. ഈ സ്ത്രീയുടെ ചെയ്തികൾക്ക് സംഘടനയുടെ അകത്തും പുറത്തും പിന്തുണ ലഭിക്കാതെ വന്നപ്പോൾ അവസാന പിടിവള്ളി എന്നോണം മതവർഗ ജാതി രാഷ്ട്രീയമൊക്കെ ഇതിൽ കുത്തിക്കലർത്തി പ്രശ്നത്തെ സങ്കീർണമാക്കാനാണ് ഈ സ്ത്രീ ശ്രമിച്ചത്. ഇവിടെ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന നടി അൻസിബയ്ക്ക് നീതി ലഭിക്കില്ല എന്നായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത്. അവിടെയാണ് മോഹൻലാൽ എന്ന നടന്റെ മാസ് എൻട്രി. ഒന്നും മിണ്ടാൻ പോലും അവസരം ലഭിക്കാതിരുന്ന അൻസിബയെ ചവിട്ടി പുറത്താക്കുമെന്ന് മനപ്പായസമുണ്ടായിരുന്നവരുടെ മുന്നിലൂടെ വേദിയിലെത്തി വിളക്ക് തെളിയിക്കുവാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് മോഹൻലാൽ ക്ഷണിച്ചത്. ഒരു പോരാളിയെ പോലെ തലയുയർത്തി വേദിയിലേക്ക് അൻസിബ കടന്നു വരുമ്പോൾ വർഗീയ വിഷം തുപ്പുന്ന ചിലരുടെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചുപോയി എന്ന് തന്നെ പറയാം. അതിനുശേഷം അൻസിബ അവിടെ നടത്തിയ ഒരു പ്രസംഗം അവിടെ കൂടിയ സഹപ്രവർത്തകരുടെ കണ്ണുകളെ ഈറനണിയിച്ചുവെന്ന് നടൻ ബാബുരാജ് സാക്ഷ്യപ്പെടുത്തുന്നു. ചിലർ തീവ്രവാദികളായി ചിത്രീകരിച്ച അൻസിബയും BJP-കാരിയായി ചിത്രീകരിച്ച ശ്വേതാ മേനോനും പറയുന്നു, ഞങ്ങൾക്ക് മതവർഗ രാഷ്ട്രീയമില്ല എന്ന്. ശ്വേതാ മേനോൻ എടുത്തു പറയുന്നുണ്ട്, ഞാൻ സംഘിണിയല്ല, BJP-കാരിയല്ല, എന്നെ സംഘിയാക്കരുത് എന്ന് അവർ അപേക്ഷിക്കുന്നു. അൻസിബയുടെ നേരെ തരികിടയൊന്നും വിലപ്പോകില്ല എന്ന് കണ്ടപ്പോൾ എന്റെ നാട്ടുകാരിയും നടിയുമായ ഉഷാ ഹസീനയുടെ നേർക്ക് അസഭ്യവും തരികിടയും അപകീർത്തികരമായ പരാമർശങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് അവരിപ്പോൾ. ഇതിപ്പോൾ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറഞ്ഞതുപോലെയായി. അവരുടെ പേരിൽ കണ്ട അപരാധം അവരുടെ പേര് തന്നെയാണ്. ബാലചന്ദ്ര മേനോൻ തന്റെ കണ്ടതും കേട്ടതും എന്ന ചിത്രത്തിൽ നായികയായ ഹസീനയ്ക്ക് ചാർത്തിക്കൊടുത്ത പേരാണ് ഉഷ എന്നത്. ആലപ്പുഴക്കാരനായ ഞങ്ങളൊക്കെ ഉഷാ ഹസീന എന്നാണ് വിളിക്കുന്നത്. ഇതിനെയാണ് അവർ വർഗീയ കണ്ണുകൊണ്ട് കണ്ടത്. ഉഷയുടെ ഭാഷയിൽ പറഞ്ഞാൽ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ പറയുമ്പോൾ സത്യത്തിന്റെ ഒരു സ്ഫുരണയെങ്കിലും ഉണ്ടായിരിക്കണം. എനിക്ക് ഉഷയോട് പറയാനുള്ളത്, ഉഷ അവരോട് ക്ഷമിക്കുക എന്നത് മാത്രമാണ്. വിവരവും ബുദ്ധിയും കുറഞ്ഞു പോയത് അല്ലെങ്കിൽ ഇല്ലാതെ പോയത് ഒരിക്കലും അവരുടെ കുറ്റമല്ല. ഉഷ ഒരു കാര്യം ഓർക്കുക, ആരെങ്കിലും വെട്ടിക്കളയുന്ന നഖം വാരിക്കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ച് പൂജിക്കുമോ? മോഹൻലാൽ വെട്ടിക്കളഞ്ഞ നഖം അമൂല്യമായി കരുതി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ത്രീയാണവർ. അതുപോലെ തന്നെ ജനൌഷധിയിൽ നിന്നും 1 രൂപയുടെ പാഡ് വാങ്ങി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞവരാണവർ. കോടിയുടെ മൂല്യമുള്ള ഉരുക്കു വനിതയാണവർ. അവരെ തകർക്കാൻ പാവപ്പെട്ട ഉഷയ്ക്ക് കഴിയുമോ? അവരോട് പിടിച്ചു നിൽക്കാൻ ഉഷയുടെ മാന്യമായ വാക്കുകൾക്ക് ആവില്ല.
അതുകൊണ്ട് അവരോട് ക്ഷമിക്കുക, അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. അമ്മയിൽ നിന്നും സ്വയം പോയതായാലും ചാടിച്ചു വിട്ടതായാലും ചെറിയൊരു ശുദ്ധികലശം നടന്നു എന്നത് ഒരു ആശ്വാസമാണ്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും മതവർഗ ജാതി രാഷ്ട്രീയമില്ലാത്ത ഒരു നല്ല ഭരണസമിതി ഉണ്ടാകട്ടെ. മലയാള ചലച്ചിത്ര രംഗത്തെ താരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ വ്യാജവും അശ്ലീലവും നിറഞ്ഞതുമായ വീഡിയോകൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് ആരോപിച്ച് നടി അൻസിബ ഹസൻ പോലീസിൽ പരാതി സമർപ്പിച്ചിരിക്കുകയാണ്. സഹപ്രവർത്തകരായ നടി ലക്ഷ്മിപ്രിയ, നടി ശ്വേത മേനോൻ, കാൻ ചാനൽ മീഡിയ എന്ന ഓൺലൈൻ പേജിന്റെ ഉടമ സുകുമാർ എന്നിവർക്കെതിരെയാണ് എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. നടി സമർപ്പിച്ച പരാതിയുടെ പൂർണ്ണമായ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പൊതുസമൂഹ മധ്യത്തിൽ തനിക്കെതിരെ അത്യന്തം അപകീർത്തികരവും അസത്യവുമായ കാര്യങ്ങൾ പറഞ്ഞ് തന്നെ മോശക്കാരിയാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് അൻസിബ പരാതിയിൽ വ്യക്തമാക്കുന്നത്. കാൻ ചാനൽ മീഡിയ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ ലക്ഷ്മിപ്രിയ ചാനൽ ഉടമ സുകുമാറിന്റെ സഹായത്തോടെ തനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ചുവെന്നാണ് അൻസിബയുടെ പ്രധാന പരാതി. അൻസിബയോടൊപ്പം ആ മുറിയിൽ ഉണ്ടായിരുന്നത് ആര്? സഹോദരനോ കാമുകനോ? അൻസിബ മദ്യപാനി, ബില്ല് കൊടുത്തത് ഞാൻ. വെല്ലുവിളിക്കുന്നു അൻസിബ കേസ് കൊടുക്കട്ടെ എന്ന അടിക്കുറിപ്പോടെയാണ് മ്ലേച്ഛമായ വീഡിയോ പ്രചരിക്കുന്നത്. പ്രസ്തുത വീഡിയോയിൽ ലക്ഷ്മിപ്രിയ തനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും അസത്യമാണെന്ന് അൻസിബ പറയുന്നു. താൻ അൻസിബയ്ക്ക് മദ്യം വാങ്ങി നൽകിയിട്ടുണ്ടെന്നും രാത്രി ഒരു പുരുഷൻ മുഖം മറച്ച അൻസിബയുടെ മുറിയിൽ വന്നിട്ടുണ്ടെന്നും ലക്ഷ്മിപ്രിയ വീഡിയോയിൽ ആരോപിക്കുന്നു. കോമഡി ഉത്സവം പരിപാടിയുടെ പ്രൊഡ്യൂസറായ മിഥിലാജ് എന്ന വ്യക്തി അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ലെന്ന് അൻസിബ തെളിയിക്കണമെന്നും ലക്ഷ്മിപ്രിയ വീഡിയോയിലൂടെ വെല്ലുവിളിച്ചിരുന്നു. ഈ പരാമർശങ്ങൾ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്റെ അന്തസ്സിനെ തകർക്കുന്നതാണെന്നും അൻസിബ പരാതിയിൽ പറയുന്നു. ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയും വ്യക്തിവൈരാഗ്യവും ഉണ്ടെന്നാണ് അൻസിബ ഹസൻ ആരോപിക്കുന്നത്. സിനിമാ മേഖലയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ വികാസങ്ങളാണ് ഇതിന് കാരണം. നടി ലക്ഷ്മിപ്രിയ അമ്മ സംഘടനയുടെ മുൻ വൈസ് പ്രസിഡന്റും ശ്വേത മേനോൻ മുൻ പ്രസിഡന്റുമാണ്. 2026 ജൂൺ 21 എറണാകുളത്ത് വെച്ച് നടന്ന അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ ഈ ഭാരവാഹികൾക്ക് എല്ലാവർക്കും രാജിവെച്ച് പുറത്തു പോകേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഈ ജനറൽ ബോഡിക്ക് മുൻപ് തന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ അന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഒടുവിൽ കമ്മിറ്റിക്ക് ഒന്നടങ്കം രാജിവെക്കേണ്ടി വന്നു. ഇതിലുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ ലക്ഷ്മിപ്രിയയും ശ്വേത മേനോനും ചേർന്ന് ഗൂഢാലോചന നടത്തി വ്യാജമായ കാര്യങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് അൻസിബ പറയുന്നുണ്ട്. രാജിവെച്ച് പോയതിനു ശേഷം ശ്വേത മേനോൻ തിരുവനന്തപുരത്തുള്ള ഒരു സോഷ്യൽ മീഡിയ PR ഏജൻസിയുമായി ചേർന്ന് ഇത്തരം വ്യാജ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നിയമവിരുദ്ധമായ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണവും വേണമെന്നും പരാതിയിലുണ്ട്. ഭാരതീയ ന്യായ സംഹിത, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നിവയിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത അടിയന്തര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് അൻസിബ ഹസന്റെ ആവശ്യം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.